നമസ്കാരം. വാർത്താ നിലയത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ ഗുരുതരമായ അഴിമതി നടന്നതായി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു. മികച്ച ആരോഗ്യ കേന്ദ്ര പ്രവർത്തനത്തിന് കേന്ദ്ര സംഘം സന്ദർശിച്ചതിന്റെ ഭാഗമായി ദേശീയ അംഗീകാരം ലഭിച്ചു. കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ജൂൺ 15, 16 തീയതികളിൽ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയിരുന്നു. ജില്ലാതല സംസ്ഥാനതല പരിശോധനയ്ക്ക് ശേഷമായിരുന്നു കേന്ദ്ര ദേശീയ സംഘം പരിശോധന നടത്തിയത്. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണം, ആശുപത്രിയിലെ OP സേവനം, രോഗി പരിചരണം, ആശുപത്രി ശുചിത്വം, ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം, പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ, ദേശീയ പദ്ധതികളുടെ നടത്തിപ്പ്, ലാബിലെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ് പ്രവർത്തനങ്ങൾ, ഫാർമസി പ്രവർത്തനങ്ങൾ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ, ഓഫീസിലെ സേവനങ്ങൾ, സ്കൂളുകളിലെ ആരോഗ്യ സേവനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ആശാവർക്കർമാർക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിലയിരുത്തിയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം പ്രഖ്യാപിച്ചത്. ഈ അംഗീകാരം ലഭിക്കുന്നതിലൂടെ സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ആശുപത്രി അന്തരീക്ഷം ഒരുക്കുന്നതിനും സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നതിനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ ഗുരുതരമായ അഴിമതി നടന്നതായി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പൊതുപണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അഴിമതിയിൽ പങ്കുകൊള്ളുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി വാങ്ങിയ നടപടികളിൽ സുതാര്യതയില്ലെന്നും പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ എടത്തിരുത്തി പഞ്ചായത്തിന് അനുവദിക്കാതിരുന്ന പദ്ധതിവിധമായ 1.25 കോടി രൂപ ലഭിക്കാതിരുന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വവും മൗനം പാലിച്ചെന്നും ഇപ്പോൾ UDF സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കൊടുങ്ങല്ലൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ സജീവ് വയനപ്പള്ളി, CC ബാബുരാജ്, UDF നേതാക്കളായ PD സജീവ്, EK മുഹമ്മദ് ഹാജി, MU ഉമറുൽ ഫാറൂഖ്, PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലത്ത്, മുഹമ്മദ് നബീൽ, ഷീബ സതീഷ്, PP സലീം, TA നസീമുദ്ദീൻ, സഗീർ ചന്ദ്രാപ്പനി, മൻസൂർ, സിദ്ദീഖ് കന്നത്തുവടി, ഡേവിസ് മാളിയക്കൽ, ഷഹന കാട്ടുപറമ്പിൽ, MK ജമാൽ, അമ്പിളി പ്രിൻസ്, DD ലിറ്റി, ലൈല മജീദ്, ബീഷ സത്യൻ, KH മുഹമ്മദ്, ഷജിൽ ചന്ദ്രാപ്പിനി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കഴിവുകെട്ട ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പഞ്ചായത്ത് ഭരണമാണ് LDFന്റെ എടത്തിരുത്തി ഭരണമെന്ന് പറയേണ്ടി വന്നാൽ ഖേദമുണ്ട്. ഇവിടെ എല്ലാത്തിനും പാർട്ടിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ ന്യൂക്ലിയസ് അവരാണ് ഇത് ചക്രം തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു റോളുമില്ല. പഞ്ചായത്ത് സെക്രട്ടറി കടുത്ത സഖാവാണ്. എനിക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടലൂർ നിയോജക മണ്ഡലത്തിൽ അവിടെ ഇലക്ഷൻ ചുമതല ഉണ്ടായിട്ട് കോടി രൂപ ഈ എടത്തിരുത്തി പഞ്ചായത്തിന്റെ പൈസ കൊള്ളയടിച്ച് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കാര്യം മറക്കണം. 1.25 കോടി രൂപയെ ഞങ്ങൾ വന്നിട്ട് നേരത്തെ മുമ്പൊക്കെ വന്നാലും 3 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ 35 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും. പഞ്ചായത്തിന് UDF ഗവൺമെന്റ് കൊടുക്കപ്പെടേണ്ട പണം മുഴുവൻ പൂർണ്ണമായും കൊടുക്കും. ആരാണ് പഞ്ചായത്തിന് സ്പിൽ ഓവർ വരുത്തിയത്? UDF ആണോ?
5 കൊല്ലം ഭരിച്ച LDF അവസാനത്തെ കൊല്ലം 1.25 കോടി രൂപ, അതേ ഫാറൂഖ് കൂടെ നിൽക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർമാരെ അറിയാലോ, 1.25 കോടി രൂപ പഞ്ചായത്തിന് കിട്ടേണ്ട പണം അവസാനത്തെ ഗഡു 3ാമത്തെ ഗഡു നൽകിയില്ല. പ്രമേയം പാസ്സാക്കേണ്ടത് മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ പഞ്ചായത്തിനെ പറ്റിച്ച, പഞ്ചായത്തിന്റെ പദ്ധതികളെ അട്ടിമറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, അന്നത്തെ ഗവർണറെതിരെയാണ് പ്രമേയം പാസ്സാക്കേണ്ടത്. സെക്രട്ടറി അല്ലാണ്ട് ഭരിക്കുന്ന സെക്രട്ടറി ശമ്പളം വാങ്ങുന്നത് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. ആര് ഭരിച്ചാലും ആ ഭരിക്കുന്നതിന്റെ കൂടെ നിൽക്കേണ്ട ആളാ സെക്രട്ടറി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപയും സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2024 കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 8-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മാതൃകയാകുന്ന തരത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്നും ഫ്ലഡ് മാപ്പിംഗ് അടക്കം നടത്തുമെന്നും ഡാമുകളിലെ മണൽ നീക്കം ചെയ്യുമെന്നും നദികളിലെ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുമെന്നും ഡാം മാനേജ്മെന്റ് ആധുനിക സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി തണനെല്ലൂർ പടിഞ്ഞാറമന നമ്പൂതിരിപ്പാട് അനിപ്രകാശിന്റെ മുഖ്യ കാർമ്മിത്വത്തിൽ 1008 നാളികേരം, കരിമ്പ്, തേൻ തുടങ്ങിയ ഹോമിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. രാവിലെ 9 മണിയോടെ ക്ഷേത്രം ശാന്തി ശ്രീരാമൻ കൊടുങ്ങല്ലൂർ ദേവസ്വം കൊമ്പൻ ദേവിദാസന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് C രവീന്ദ്രൻ, ക്ഷേത്രം മാനേജർ KV വിനീത, MLA ഗീതാ ഗോപി, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, മറ്റു ജനപ്രതിനിധികൾ, ആനപ്രേമികൾ, ഭക്തർ എന്നിവരും ആനകളിൽ വിരുന്നൂട്ടി. എറണാകുളം ശിവകുമാർ, ഊക്കൻസ് കുഞ്ചു തുടങ്ങി 25 ആനകളാണ് കൂട്ടിൽ പങ്കെടുത്തത്. ആനകൾക്ക് ഔഷധ കൂട്ടുകളടങ്ങിയ ചോറും തണ്ണിമത്തൻ, കരിമ്പ്, വെള്ളരിക്ക, ചോളം, പഴം തുടങ്ങിയ വിഭവങ്ങളും നൽകി. ആനയൂട്ടിന്റെ ഭാഗമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. പുലികളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. കഴിഞ്ഞ ഓണക്കാലത്ത് 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കേന്ദ്രം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം നടത്തിയിരുന്നത്. ഇത് വൈകിയതിനെ തുടർന്ന് വ്യാപകമായി പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് ഫണ്ട് വൈകിയതെന്നും പ്രത്യേക കേസായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചു. കേരള ക്ഷേത്രവാദ്യകല അക്കാദമി ചേർപ്പ് മേഖലാ കൺവെൻഷൻ പെരുവനം മഹാദേവ ട്രസ്റ്റിൽ സംഘടിപ്പിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചേർപ്പ് മേഖലാ പ്രസിഡന്റ് അന്തിക്കാട് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്രവാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, യദു S മാരാർ, അക്കാദമി സംസ്ഥാന ട്രഷറർ കീഴൂട്ട് നന്ദനൻ, ജില്ലാ പ്രസിഡന്റ് ജയശങ്കർ രാജഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പെരുവനം ശ്രീശങ്കർ, മേഖലാ സെക്രട്ടറി കാർത്തിക് P മാരാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്റർസോൺ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ രക്ഷാധികാരി പെരുവനം സതീശൻ മാരാർ ആദരിച്ചു. പുതുക്കാട് മണവാക്കര കാഴ്ചക്കടവിൽ കാർ നിയന്ത്രണം വിട്ട് മണലി പുഴയിലേക്ക് പതിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ആലുവയിലെ സ്വകാര്യ കോളേജിൽ LLB വിദ്യാർത്ഥിയായ സിനാൻ ചാവക്കാട് നിന്നും കോളേജിലേക്ക് പോകുന്നതിനിടയിൽ വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട് കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയ സിനാനെ തൊട്ടു പുറകിൽ വന്നിരുന്ന യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. പുറകിൽ വന്നിരുന്ന വാഹനയാത്രക്കാർ ചേർന്ന് കയർ കെട്ടി കാർ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല. ശക്തമായ ഒഴുക്കുള്ളതിനാൽ തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി തിരച്ചിൽ നടത്തി. പെരിങ്ങൽകുത്ത് ഡാമിലെ നിലവിലെ ജലനിരപ്പ് 419.40 മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിനായി ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നു. ഡാമിൽ നിന്നുള്ള അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. Calicut യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തകർന്നു കിടക്കുന്ന ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം ചളിങ്ങാട് മേഖലയിൽ ബുധനാഴ്ച ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് പൊളിച്ചെങ്കിലും പൈപ്പ് സ്ഥാപിച്ച ശേഷം റോഡ് വേണ്ട വിധത്തിൽ റീസ്റ്റോറേഷനോ ടാർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് മഴ ശക്തമായതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്ര അതീവ ദുഷ്കരമാവുകയും ചെയ്തു. വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ പ്രദേശവാസികൾ ഏറെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് ടാർ ചെയ്യുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടി കരാറുകാരൻ ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. MLAയും പഞ്ചായത്ത് അധികൃതരും പലതവണ ഇടപെട്ടിട്ടും കരാറുകാരന്റെ ഉദ്യോഗസ്ഥരുടെയും നിസ്സഹകരണത്തെ തുടർന്നാണ് പ്രദേശവാസികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിലേക്ക് കടന്നത്. ഇതിനു മുമ്പ് റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ബുധനാഴ്ച ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയത്. സാധാരണ ഹർത്താലുകളോട് വിമുഖത പുലർത്തുന്ന ചളിങ്ങാട് നിവാസികൾ ഇത്തവണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടകൾ അടച്ചും പ്രതിഷേധത്തിൽ പങ്കാളികളായി രംഗത്തെത്തി. രാവിലെ ചളിങ്ങാട് പള്ളിവളയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാതുരുത്തി പള്ളിവളവ് ചുറ്റി ചളിങ്ങാട് സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ അനൂസ് അബൂബക്കർ, ഹുസൈൻ, ബുറാഖ്, PA നസീർ, നാസർ ചളിങ്ങാട്, PA അബൂബക്കർ, ഷിയാസ് വനിത, ഇസ്ഹാഖ് പൊന്നടത്ത്, TA അഹമ്മദ്, മഹൽ സെക്രട്ടറി PA മുഹമ്മദ്, മദ്രസ സെക്രട്ടറി നൌഷാദ് തിണ്ടിക്കൽ, ജനപ്രതിനിധികളായ ഫാത്തിമ അനസ്, PM സൈനുദ്ദീൻ, അൻസാമോൾ, സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, സീന ഇസ്മായിൽ, നഹീദ സലീം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PL പോൾസൺ, നൌഷാദ് കില്ലാടി, PM ഷംസുദ്ദീൻ, ഷാജി ഒറ്റത്തൈ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പൈപ്പ് ലൈൻ ഇട്ടത് മുതൽ നമ്മൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ നല്ല രീതിയിൽ നീങ്ങിയിരുന്ന റോഡ് ഈ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് നേരത്തെ പോൾസായിട്ട് പറഞ്ഞ മാതിരി തന്നെ എന്റെ ജോയിന്റുകളൊക്കെ പൊട്ടിയിട്ട് നിരന്തരം ഇന്നിവിടെ ജോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നാളെ അപ്പുറത്ത് പൊട്ടും, അതിന്റെ അപ്പുറത്ത് അത് ശരിയാക്കിയാൽ അതിന്റെ അപ്പുറത്ത് പൊട്ടും. അപ്പൊ നിരന്തരമായി നമ്മൾ ഈ ദുരിതം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ ഇഞ്ചുമുടി മാട്ടുമൽ പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഗീതാ ഗോപി MLAയുടെയും തൃശൂർ ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകി. വെള്ളക്കെട്ടിന് കാരണമാകുന്ന ചിറക്കൽ തോട്ടിലെ ചണ്ടികളും കുളവാഴകളും നീക്കം ചെയ്യുന്നതിന് മേജർ ഇറിഗേഷനോട് MLA നിർദ്ദേശം നൽകി. രാവിലെ 6 മണി മുതൽ ചിറക്കൽ പ്രദേശത്ത് തുടർച്ചയായി നടത്തിയ പരിശോധനകൾ വൈകുന്നേരം വരെ നീണ്ടു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തഹസിൽദാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ചാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വൈസ് പ്രസിഡന്റ് ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ചിറക്കൽ, ഇഞ്ചമുടി പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഗീതാ ഗോപി MLA പ്രഖ്യാപിച്ചു. ഏതെല്ലാം തലത്തിലാണ് ഇവിടെ പ്രശ്നാധിഷ്ഠിത മേഖല എന്ന് പരിശോധിക്കാൻ നേരിട്ട് വന്നതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്.
ഒപ്പം തന്നെ മേജർ ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രവർത്തികൾ അതിവേഗത്തിലാക്കണം എന്നാണ് എനിക്കിവിടെ കളക്ടറോട് ബോധ്യപ്പെടാനുള്ളത്. 2 കാര്യങ്ങളാണ് ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ലോങ് ടേമിൽ ചെയ്യേണ്ട കുറച്ച് ഷട്ടറിന്റെ കാര്യം ഇവിടെ പ്രസിഡന്റും MLA ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഇറിഗേഷൻ്റെ അടുത്ത് എസ്റ്റിമേറ്റ് ആക്കാനായിട്ട് പറയാം. രാവിലെ ഞാൻ ഇറിഗേഷനെ ഈനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെയാണ് ശരിക്കും ഈ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ജോലിയുള്ളത്. അപ്പോൾ അവരുടെ അടിയന്തരമായിട്ട് ഇപ്പോൾ ഒരു കൊട്ടേഷൻ ക്ഷണിച്ചിട്ട് ഒരു വണ്ടി ബാർജ് ഇപ്പോൾ ഇവിടെ റിമൂവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അടിയന്തരമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതുകൊണ്ട്. പക്ഷേ ഓൾറെഡി അവരിതിന്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഗവൺമെന്റിലേക്ക് അയച്ചു. അവിടെ നിന്ന് AS കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലായത്. രാവിലെ തന്നെ ഞാനത് ഇറിഗേഷന്റെ സെക്രട്ടറിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാർ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളം കയറിയ സാഹചര്യത്തിൽ അവരിപ്പോൾ തന്നെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നീക്കം ചെയ്യുന്നത് ആരംഭിക്കുന്നതാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ആളപായമില്ല. നിർമ്മാണ സാമഗ്രികൾ കത്തിനശിച്ചു. 279 കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നുവരുന്ന 7 നില കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. AC നിർമ്മാണ സാമഗ്രികളുടെ ഫോമുകൾ കത്തിയതോടെ കനത്ത പുക പുറത്തേക്ക് വരികയായിരുന്നു. തൃശൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നായി 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ജോലി സമയം കഴിഞ്ഞതിനാൽ നിർമ്മാണ തൊഴിലാളികളടക്കം ആരും തീപിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഞാറകൽ ശ്രീ ഷൺമുഖ വിലാസം സഭ പുല്ലൂറ്റുപറമ്പ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ വിഗ്രഹ ഘോഷയാത്രയോടെ ആരംഭിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ നടി മോഷ ഉദ്ഘാടനം ചെയ്തു. സഭാ പ്രസിഡന്റ് KM ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മുനമ്പം DYSP ജയകൃഷ്ണകുമാർ യുവാക്കളിൽ കണ്ടുവരുന്ന അമിത ലഹരി ഉപയോഗത്തെക്കുറിച്ചും സൈബർ ചൂഷണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഡോക്ടർ വിനീത് ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. തന്ത്രി സ്ഥാനം ലഭിച്ച ക്ഷേത്ര മേൽശാന്തി അഭിലാഷ് തന്ത്രിയെ ആദരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച 20 വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയിൽ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. സെക്രട്ടറി VS ജയപ്രകാശ്, യജ്ഞാചാര്യൻ പുന്നപ്ര കൃഷ്ണറാം, മഹിളാ സമാജം പ്രസിഡന്റ് ശോഭന മോഹൻദാസ്, ട്രഷറർ PC ലവൻ, ജോയിന്റ് സെക്രട്ടറി VS ഉത്തമൻ, മഹിളാ സമാജം സെക്രട്ടറി പഞ്ചായത്ത് അംഗവുമായ ശാരദ സജികുമാർ, വൈസ് പ്രസിഡന്റ് PA ജോഷി എന്നിവർ സംസാരിച്ചു. Shakti resides in the body, the temple of inside our body. So we are Devi, we are Lakshmi, we are Saraswati, Aishwarya, wisdom, Devi, Annapurneshwari. But when situation comes, then we are Kali, Bhadrakali. Amme Sharanam, Swami Sharanam, Hare Krishna, Hare Radhe, Radhe Radhe. KPMS വൈപ്പിൻ യൂണിയൻ നേതൃത്വ യോഗം പഞ്ചമി സ്വയം സഹായ സംഘം വൈപ്പിൻ യൂണിയൻ കൺവെൻഷനും സംഘടിപ്പിച്ചു. വൈപ്പിൻ യൂണിയൻ ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംഘടനാ സെക്രട്ടറി PV ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റും പഞ്ചമി ചെയർമാനുമായ VK ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിൽ SLC, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. സഭാ വൈസ് പ്രസിഡന്റും പഞ്ചമി സംസ്ഥാന വൈസ് ചെയർപേഴ്സണുമായ രമ പ്രതാപൻ, യൂണിയൻ പ്രസിഡന്റ് PC രമേഷ് കുമാർ, യൂണിയൻ സെക്രട്ടറി MK രമേശ്, പഞ്ചമി കോർഡിനേറ്റർ ഉഷ രാജൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി VK ബാബു ചെയർമാൻ, MK രമേശ് വൈസ് ചെയർമാൻ, ഉഷ രാജൻ കോർഡിനേറ്റർ, ഷൈബി ഗണേഷ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AIM-UP സ്കൂളിന്റെ 75ാം വാർഷിക ആഘോഷം വെള്ളിയാഴ്ച നടക്കും. സ്കൂളിന് വടക്കുവശം തയ്യാറാക്കിയ MP കുഞ്ഞബ്ദുള്ള നഗറിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VN ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബഹന്നാൻ MP, KK വത്സരാജ് MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, 75 വൃക്ഷത്തൈകളുടെ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപിക സംഗമങ്ങൾ, വിദ്യാർത്ഥികൾക്കായി കലാകായിക മത്സരങ്ങൾ, സർഗശേഷി പ്രകടിപ്പിക്കുന്ന പരിപാടികൾ, സെമിനാറുകൾ, ദിനാചരണങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MK സൈഫുദ്ദീൻ, സുബൈർ കാക്കശ്ശേരി, VA മുഹമ്മദ് റാഫി, ഇക്ബാൽ കാക്കശ്ശേരി, ഡോക്ടർ ഷാജി സന്ദീപ്, K സാലി ലൂയിസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചു.
ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ ഗുരുതരമായ അഴിമതി നടന്നതായി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.